എന്താണ് പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾക്ക് 7 വർഷം കൊണ്ട് പെൻഷൻ പരിഷ്കരിക്കണില്ല. KSRTC സ്ഥാപനം പോയിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥാപനക്കാർക്കും പെൻഷൻ പരിഷ്കരിച്ചു കൊടുത്തു. ഞങ്ങളെ KSRTCയിലെ ജീവനക്കാർ പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല. ഞങ്ങളെങ്ങനെ അവസ്ഥയിൽ ഇപ്പോൾ കഴിയാണ്. അതുകൊണ്ട് ഓണം ഫെസ്റ്റിവൽ എല്ലാവർക്കും 1000 രൂപ വെച്ച് കൊടുത്തു. ഞങ്ങൾക്ക് തന്നില്ല 7 വർഷം കൊണ്ട്. പുഷ്പബത്ത DA കുടിശ്ശിക അതിങ്ങനെ കുടിശ്ശിക കിടക്കുകയാണ്. ഇമാതിരിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നമ്മളിപ്പോൾ സമരം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രധാന ആവശ്യം. പെൻഷൻ പരിഷ്കരിക്കണം. വെറും 1200 രൂപ പെൻഷൻ കിട്ടുന്ന ഫാമിലി പെൻഷൻകാരാണ് ഇവിടെ ഉള്ളത്. അവരുടെ പെൻഷൻ പോലും പരിഷ്കരിക്കണില്ല. ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഇതാ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതവര് വാർത്തയിൽ പറയുന്നുണ്ടല്ലോ. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ജാനുവരിയിൽ ഞങ്ങൾ സമരം ചെയ്തു 36 ദിവസം. അന്ന് ഇവിടെ എല്ലാവരും LDFന്റെ പ്രതിനിധികൾ വന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമരം ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്മാറിപ്പിച്ചു. അങ്ങനെ നമ്മൾ സമരം അവസാനിപ്പിച്ചു. അതിനുശേഷം 7 മാസം ആയിട്ട് ഇതുവരെ യാതൊരു അനക്കവും ഇല്ല. ഒരു ചർച്ചയ്ക്കും വിളിക്കുന്നില്ല. ഈ സമരം അനിശ്ചിതകാല ധർണയാണ്. അപ്പൊ എങ്ങനെയാണ് ഇനി സമര രീതികളൊക്കെ എങ്ങനെയാണ്? അനിശ്ചിതകാലം തന്നെ ഇന്ന് 9ാം ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിപ്പോയിലുള്ളവരാണ് സമരം. ഇത് KSRTC ഇന്ന് ചെയ്യണത് പാപ്പനംകോട് അതുമായി ബന്ധപ്പെട്ട 4 ഡിപ്പോയിലുള്ള ജീവനക്കാരുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും 45 ഡിപ്പോയിലുള്ള എല്ലാവരും ഇവിടെ വരും. വന്ന് ഇവിടെ കിടക്കുകയാണ്. ഈ മഴയത്ത് മഹാറാലി അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും സമര രീതികൾ ഉണ്ടാകും? മഹാറാലിയായിട്ട് നമ്മൾ തീരുമാനിച്ചില്ല. ഇതിനിടയിലെങ്കിൽ ഒത്തുതീർപ്പ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിക്കും. ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും റേഷൻ വാങ്ങിക്കാനോ ശമ്പളം പെൻഷൻ സമയത്തിന് കിട്ടാതെയോ ഉള്ള ബുദ്ധിമുട്ടാണ് ഈ വയസ്സന്മാര്. എല്ലാം 80 75 വയസ്സായ വയസ്സന്മാരാണ്. ഇവരുടെ പ്രശ്നം പരിഹരിക്കണില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ 4 ഡിമാൻഡ് പെൻഷൻ പരിഷ്കരിക്കണം. എല്ലാ മാസവും കറക്റ്റായിട്ട് പെൻഷൻ കിട്ടണം. അതിപ്പം കിട്ടുന്നുണ്ട്, എന്നാലും കറക്റ്റ് അല്ല. ഓരോ മാസം 2-ാം തീയതി 3-ാം തീയതി 5-ാം തീയതി 15-ാം തീയതി എന്നിങ്ങനെ കൊടുക്കും. അതല്ല, ഓണം ഫെസ്റ്റിവൽ അലവൻസ് തരുന്നില്ല, DA കുടിശ്ശിക തരുന്നില്ല. ഇതൊക്കെയാണ് നമ്മളുടെ 4 ഡിമാൻഡാണ് മൊത്തത്തിലുള്ള ആവശ്യം. ഇത് ഏതെങ്കിലും ഒരു പരിഹാരം കിട്ടിയാൽ നമ്മൾ ഇതൊക്കെ ഈ വെയിലത്തും മഴയത്തും ഇരിക്കാതെ നമ്മൾ പോകും. സമരം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ കുറിച്ചെല്ലാം എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കന്മാർ വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ വിളിച്ച മുദ്രാവാക്യങ്ങളിലും അത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് പെൻഷൻ? നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത് കേട്ടാൽ പെൻഷൻ എന്തോ ഇവരുടെ ഔദാര്യമായിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന പോലെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത്. അത് കേരളം ഭരിച്ച UDF സർക്കാർ ആയാലും LDF സർക്കാർ ആയാലും ശരി, ആ കാര്യത്തിൽ ഒരേ നയമാണ് സ്വീകരിക്കുന്നത്. ഈ പെൻഷൻ എന്നത് ഒരു പുതിയ വസ്തുതയൊന്നുമല്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ഇവിടെ പെൻഷൻ നൽകിയിരുന്നു. ഒരു ജീവനക്കാരൻ, ഒരു തൊഴിലാളി അവന്റെ സ്ഥാപനത്തിൽ ആരോഗ്യമുള്ള സമയത്ത് അവന്റെ ചോര നീരാക്കി ആ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാറ്റിവെക്കപ്പെട്ട വേതനം എന്നുള്ള അർത്ഥത്തിൽ അവന്റെ വിരാമകാല ജീവിതം, വയസ്സാകാലത്തെ ജീവിതം കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ പെൻഷൻ തുടങ്ങിയിരിക്കുന്നത്. അതൊരു മാതൃകയാണ്.